ആലപ്പുഴ തകഴി കുന്നമ്മയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി. മരിച്ച നിലയിലാണ് തനിക്ക് കുഞ്ഞിനെ കിട്ടിയതെന്നാണ് മാതാവിന്റെ ആൺ സുഹൃത്ത് പോലീസിനോട് പറഞ്ഞത്. ഇയാളാണ് കുട്ടിയെ കുഴിച്ചിട്ടത്. പ്രസവശേഷം സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് യുവതിയും മൊഴി നൽകിയിട്ടുണ്ട്. ശ്യാം കുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ഇതിൽ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് മരിച്ചതിന് ശേഷമാണോ ഈ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കുഴിച്ചിട്ടത് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇയാളുടെ കയ്യിലേക്ക് മരിച്ചതിന് ശേഷം കിട്ടിയെന്ന് പറയുന്നത് ശരിയാണോ എന്നതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതെല്ലാം അറിയുന്ന പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങൾ. അനുജ, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടി പ്രസവത്തിന് ശേഷം മരിച്ചാണോ ഇവർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്, അതോ കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതാണ്. അതാണ് പോലീസും ഏറെ നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നിർണായകമാണ്. അതിനുശേഷം ഡോക്ടർ കൊടുക്കുന്ന സൂചനയ്ക്കനുസരിച്ച് നിലവിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളിൽ പോലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കേസിൽ ഇപ്പോൾ 2 പേരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയെ ആശുപത്രിയിലെത്തി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. പോലീസ് കാവലിൽ പെൺകുട്ടി ആശുപത്രിയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെ കാമുകനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് റിമാൻഡ് ചെയ്തിരുന്നു. ഈ കേസിൽ ഇയാളുടെ സഹായിയായിട്ടുള്ള ആളെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും ക്യാമറയിൽ പകർത്തുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാത്രമാകും കുട്ടിയുടെ നവജാത ശിശുവിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിൽ പോലീസിനും ഒരു വ്യക്തത വരികയുള്ളൂ. ഇതിനുശേഷമായിരിക്കും ഇതിൻ്റെ തുടർ നടപടികൾ. ഒരുപക്ഷെ കൊലപാതകമാണെങ്കിൽ അതനുസരിച്ചുള്ള വകുപ്പുകൾ ഉൾപ്പെടെ മാറ്റമുണ്ടാകും. സ്വാഭാവിക മരണമാണെങ്കിൽ പോലും അറിയിക്കാതെ, പൊതുസമൂഹത്തെ ഉൾപ്പെടെ അറിയിക്കാതെ മൃതദേഹം രഹസ്യമായി കുഴിച്ചിട്ടതിനുൾപ്പെടെയുള്ള നിയമ നടപടികൾ തുടരുമെന്നുള്ള സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത്.